എല്ലാവർക്കും നമസ്കാരം. മലയാളികൾക്ക് ഓണസമ്മാനമായി സർക്കാർ ഒതുക്കത്തിൽ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് ഏതാണ്ട് 140 MLA-മാർക്കും അതിനകത്ത് പങ്കുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കേരളത്തിൽ ഭൂമിയും കെട്ടിടങ്ങളും ഉള്ളവർക്കെല്ലാം വർഷങ്ങളോളം അലഞ്ഞു നടക്കാനും ലക്ഷങ്ങളോ കോടികളോ അടയ്ക്കേണ്ടതുമായ ഒരു വലിയ പണി LDF-നെയും UDF-നെയും എങ്ങനെയേലും താങ്ങി നിർത്തിയേ പറ്റുള്ളെന്ന് പറയുന്ന സകലർക്കിട്ടും കിട്ടും ഈ പണി. കാരണം അവർ തന്നെ ഇത് ഒപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അധികൃതവും അനധികൃതവുമായ അനേക കെട്ടിടങ്ങൾ നമ്മുടെ ഭൂമികളിൽ ഇരിപ്പുണ്ട്. കോടികൾ സർക്കാരിലേക്ക് വൈറ്റ് മണി കെട്ടി ഇത് മുഴുവൻ റെഗുലറൈസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിയമപരമാക്കേണ്ടി വരും. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ ഇരിക്കുന്ന കെട്ടിടങ്ങൾ പലതും അഡ്ജസ്റ്റ്മെൻറ്റ് പണിതതും നമ്പരിട്ടതും നമ്പരിടാത്തതും ഒക്കെ ആയിട്ട് നിലനിർത്തുന്നത് ഇനി നിയമപരമാക്കണമെങ്കിൽ അതിന് കോടികൾ സർക്കാർ കെട്ടേണ്ടി വരും. അതുകൊണ്ട് കയ്യിൽ പണവും വൻതുക പണവും വർഷങ്ങളും നീക്കി വെച്ചോളൂ. ഇതിനകത്ത് 140 MLA-മാർക്കും പങ്കുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നികുതി പണം എടുത്ത് കൊടുക്കുന്ന അധികാരവർഗത്തിന് വേണ്ടി 3,35,00,000 ജനത്തിൻ്റെ ഭൂമിയിൽ അതിനകത്തുനിന്നൊരു വരുമാനം കണ്ടെത്താതെ സംസ്ഥാന സർക്കാരിന് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. LDF-നാണേലും UDF-നാണേലും എങ്ങനെ പണം കണ്ടെത്താം എന്ന റിസർച്ച് വിങ്ങിൻ്റെ പഠനഫലമായി അവർ കണ്ടെത്തി ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർ തയ്യാറാക്കി അമെൻഡ്മെൻറ്റിനായി ഈ ബില്ല് MLA-മാർക്ക് കൊടുത്തിരിക്കുക. ഓണസമ്മാനമായിട്ടുള്ള ഒരു പുതിയ ബില്ല് ഭേദഗതികൾക്കായി MLA-മാർക്ക് കൊടുത്തിരിക്കുക. ഒരു ഭേദഗതി ഇവർ വരുത്താൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് LDF-നാണെങ്കിലും UDF-നാണെങ്കിലും അറിയാം, മുന്നിലോട്ട് വീതം വെക്കണമെങ്കിൽ കളിക്കണമെങ്കിൽ പണം വേണം. പണം ഉണ്ടാകാനുള്ള സ്വാഭാവിക വഴികൾ വ്യവസായവും വ്യാപാരവും ഒന്നും ഇവിടെ വർദ്ധിക്കുക, അല്ലെങ്കിൽ ഒടുക്കത്തെ യൂണിയൻ കളി കാരണം. അത് രണ്ട് കൂട്ടർക്കും അറിയാം. തന്നെയല്ല, ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ലാത്തത് കൊണ്ട് ഒരുമാതിരിപ്പെട്ടവർ ഇങ്ങോട്ട് വരികയല്ലാത്തതുകൊണ്ട് ഇവിടെ വരുമാനം ഉണ്ടാവില്ല. ഈ ജനത്തിനിട്ട് മുഴുവൻ പണി കിട്ടുന്ന ഒരു പുതിയ പരിഷ്കാരം ഉൾപ്പെടുന്ന ബില്ല്, അതിനകത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 10,974 പേര് എന്ന് കൂട്ടി വായിക്കാൻ അറിയത്തില്ലാത്ത MLA-മാരുടെ കയ്യിലോട്ട് അമെൻഡ്മെൻറ്റിന് ഭേദഗതിക്കായിട്ട് ഒരു ബില്ല് എഴുതി കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്തുനിന്ന് അവർക്ക് എന്നാ മനസ്സിലായിട്ട് അവർ ചെയ്യുന്നത്? ഭേദഗതിക്കായിട്ട് ഒരു ബില്ല് അവരുടെ കൊടുത്ത് അവർക്ക് എന്നാന്നറിയാം? 2, തമിഴ്നാട്ടിൽ കൃഷിയുണ്ട്, ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ മന്ത്രി പൂങ്കോവന് ഇതിനെക്കുറിച്ച് എന്നാ അറിയാം? അവരുടെ കീഴിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്നാന്നറിയാം? കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ടെന്താ, ഇവിടുത്തെ ഭൂമിക്കുള്ളവൻ്റെ ബുദ്ധിമുട്ടെന്നാ, പ്രയാസം എന്താണെന്ന് അവർക്കറിയാമോ? ഇനി അപ്പൻ്റെ ചന്തിയെ തഴമ്പുണ്ടെന്നും പറഞ്ഞ് കുറേ മക്കൾ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഏത് മോഡ് എന്നും പറഞ്ഞ് ഡാൻസ് കളിക്കുകയുള്ളൂ. അവർക്ക് ഇതിനെക്കുറിച്ച് എന്നാന്നറിയാം? അവർക്ക് എന്നാ അറിയാം? ഇനി സകലതും കുളവാക്കി ഈ പരുവാക്കി നിർത്തി വെക്കുന്നവർക്ക് ആരെയെങ്കിലും കൊന്നോ കൊല വിളിച്ചോ പണം ഉണ്ടാക്കണമെന്നല്ലാതെ എങ്ങനെ മനസ്സിലാവും ഇത്? ഇനി ഇല്ലാത്ത പ്രതിപക്ഷം എന്നാ ചെയ്യും? ഇതിനകത്ത് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശം പ്രതിപക്ഷം അവരെന്നാ ചെയ്യും? പൊതുജനത്തിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തവർ നമ്മുടെ സ്വത്തിനും നമ്മുടെ സമ്പത്തിനും ഏറ്റവും വലിയ ഭാരമായിട്ട് വരുന്ന ഒരു നിയമം വരുന്നു എന്നാണ് പറയുന്നത്. ഓണസമ്മാനമായിട്ടാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ആർക്കൊക്കെ പണി കിട്ടുമെന്ന് ചോദിച്ചാൽ, ആരൊക്കെ അലഞ്ഞു തിരിയേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ പേരിൽ ഒരു തുണ്ട് ഭൂമിയോ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഭൂമിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസാന പേജുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഒരു പേജുണ്ട്. ഈ പേജിനകത്ത് ക്രമ നമ്പർ, ഡിസ്ട്രിക്റ്റ്, സബ് ഡിസ്ട്രിക്റ്റ്, താലൂക്ക്, വില്ലേജ്, കര, പഞ്ചായത്ത്, ബ്ലോക്ക്, റീസർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, പഴയ സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ, വിസ്തീർണം, ആർച്ചാമി, അവകാശത്തിൻ്റെ സ്വഭാവം, തരം,
എന്ന് പറയുന്ന മേഖലയിലോട്ട് വരുമ്പം ഈ ആധാരത്തിൽ എഴുതിയേക്കുന്നത് പണ്ടാരപ്പാട്ടം പുരയിടമെന്നാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പാട്ടം എല്ലാ ആധാരത്തിലും ഉണ്ട്. നിലവിലിപ്പം നമ്മുടെയാന്ന് പറഞ്ഞാലും ഇത് മുന്നോട്ട് ഈ ബില്ല് നിലവിൽ വന്നാൽ, ഈ വരുന്ന പുതിയ ഈ ഓണസമ്മാനമായിട്ട് പ്രഖ്യാപിച്ച് കൊണ്ടുവരുന്ന ഈ ബില്ല്, ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്ന ഈ ബില്ല് വന്നാൽ നമ്മളെല്ലാവരും കാലങ്ങളോളം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ടി വരും. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ MLA മാർ മനസ്സ് വെച്ചാൽ ഇത് ക്യാൻസൽ ചെയ്യാം. അതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ഇവർ ചെയ്യൽ, ഇവരെല്ലാം ഒപ്പിട്ട് കൊടുക്കും. ഇവരെല്ലാം എന്തെങ്കിലും വെച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ ഇവരെല്ലാം ജീവിക്കുന്നത് ഈ 15 ലക്ഷം അധികാരവർഗത്തിന് വേണ്ടിയിട്ടാണ്. ഈ 3,35,00,000 ജനത്തിന് വേണ്ടിയിട്ടല്ല. അവർ ഈ ബില്ല് പാസ്സാക്കും, ഗസറ്റ് പരസ്യം ചെയ്യും. നമ്മുടെ 3,35,00,000 ജനത്തിൻ്റെ പുറത്തോട്ട് ഈ ബില്ലുമായിട്ട് ഒന്ന് ഉരുണ്ട് കയറും. കേരളം വലിയ സമരങ്ങളിലേക്ക് പോകേണ്ടി വരും. ചെതറി നിൽക്കുന്ന സകല കർഷക ഇതര സംഘടനകൾ ഒരുമിക്കേണ്ടി വരും. ഈ 3,35,00,000 ജനവും തെരുവിലിറങ്ങേണ്ടി വരും. നമ്മുടെ ജീവനും സ്വത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഇറങ്ങേണ്ടി വരും. പണ്ടൊരു റീസർവേ വന്നത് പ്രായമുള്ളവർക്കറിയാം. ഉത്തരവാദിത്തം ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാർ റീസർവേ ഉണ്ടാക്കി വെച്ചു. തൊമ്മൻ്റെ ഭൂമി ചാണ്ടിയുടേതായി, ചാണ്ടിയുടെ ഭൂമി പത്മനാഭൻ്റേതായി, പത്മനാഭൻ്റെ ഭൂമി മുഹമ്മദിൻ്റേതായി, മുഹമ്മദിൻ്റെ ഭൂമി വേലായുധൻ്റേതായി. ഫലത്തിൽ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥലമുണ്ട്. എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ കണക്കും പ്രകാരം കിടക്കുന്ന വേറൊരുത്തൻ്റെ സ്ഥലത്ത്. നാട്ടുകാരെല്ലാം എത്ര കാലം അതിൻ്റെ പുറകിൽ ഓടിയെന്ന് പ്രായമുള്ളവരോട് ചോദിച്ചറിയും. ഇതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥന്മാർക്ക് വല്ല നഷ്ടം ഉണ്ടായോ? ഒരു നഷ്ടം ഉണ്ടായില്ല. അവരുടെ ശമ്പളത്തിന് കുറവ് വന്നോ? ഇല്ല. കൈക്കൂലിക്ക് കുറവ് വന്നോ? ഇല്ല. പുറകെ നടന്ന ആരാ? ഈ നാട്ടിലെ ജനം. ഈ ജനത്തിനുണ്ടായ നഷ്ടം ആര് കൊടുക്കും? ഈ അപ്പക്കഷണം കാണിച്ച് ഭിന്നിപ്പിച്ച് നിർത്തുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് തൊമ്മനോ ചാണ്ടിയോ പത്മനാഭനോ മുഹമ്മദോ ആര് തോറ്റാലും അവർക്കൊരു വിഷയമല്ല. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന ആധാരത്തിൽ പട്ടയം എന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കിട്ട് പണി കിട്ടും. അതുകൊണ്ട് മുന്നോട്ടുള്ള വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം, ഓരോന്നോരോന്ന് പറയാം. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് കൃത്യം മനസ്സിലായി വന്നാലേ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു വരുന്നത്. അല്ല, ഇത് മനസ്സിലാവില്ല. പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ രണ്ടൂന്ന് ടെക്നിക്കൽ വേർഡുകളും കുറേ കോടതി വാക്കുകളും അല്ലെങ്കിൽ കുറേ നിയമപരമായ വാക്കുകളും, അമെൻഡ്മെൻറ്റ്, ബില്ല്, ചട്ടം, ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. റൂൾസ്, റെഗുലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിനകത്ത് വലിയൊരു കളി എന്ന് പറഞ്ഞാൽ വലിയൊരു കളി, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയൊരു കളി നമുക്കിട്ട് വരുന്നു. മുന്നോട്ടുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽ പറയാം, മുന്നോട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.